സീറ്റ് സ്ഥാനാർത്ഥികളെ അവസാനം പ്രഖ്യാപിക്കുന്ന പതിവ് രീതി ഇത്തവണയില്ല. നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുന്ന ശ്രമത്തിലാണ് കോൺഗ്രസ്. ഒരു ചിരപുരാതന നഗരമാണ് ഈ നാട്. ഒരു വികസനമില്ല. 4.5 പതിറ്റാണ്ട് കാലമായി ഈ നഗരം ഭരിച്ചു മുടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വികസനമില്ല. കോൺഗ്രസിനെ കുറിച്ച് പതിവായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും സ്ഥാനാർത്ഥി നിർണ്ണയം അല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വൈകിക്കൊണ്ടു പോകുന്നൊരു പാർട്ടി എന്നുള്ളതാണ്. ആ ഒരു ചിത്രം ഇത്തവണ മാറുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഫലങ്ങൾ വന്നു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായും സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. കോർപ്പറേഷൻ്റെ സീറ്റ് വിഭജനവും അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാവും. DC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നമ്മളോട് ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ സീറ്റ് വിഭജനം പൂർത്തിയായി. നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുന്ന ശ്രമത്തിലാണ് കോൺഗ്രസ്. ജില്ലാ പഞ്ചായത്തിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. ഇനി ആരൊക്കെ സ്ഥാനാർത്ഥികളെ ജില്ലാ കോർ കമ്മിറ്റി കൂടി ഞങ്ങൾ തീരുമാനിക്കും. ഏതായാലും ഒരു 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന പ്രതീക്ഷ. കോഴിക്കോട് നഗരസഭയിലെ ചർച്ച കുറച്ചുകൂടി ബാക്കിയുണ്ട്. നാളെ ഇത് പൂർത്തീകരിക്കും. നാളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസങ്ങളിൽ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഏതായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് സ്ഥാനാർത്ഥികളെ അവസാനം പ്രഖ്യാപിക്കുന്ന പതിവ് രീതി ഇത്തവണയില്ല. ഈ ഒരു സീറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷനിലും കൂടുന്നുണ്ട്, പിന്നെ ജില്ലാ പഞ്ചായത്തിലും വർദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഏറ്റെടുക്കുന്നതിലോ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങളെല്ലാം ഒരു പാർട്ടി പോലെ പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗും ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പോലെയാണ്. ഞങ്ങൾ നല്ല സൗഹാർദ്ദപരമായ ചർച്ച നടത്തി വർദ്ധിച്ച സീറ്റാണ് ഞങ്ങൾ ആരംഭിച്ച് കൊടുത്തിരിക്കുന്നത്. ആരംഭിക സീറ്റ് കൊടുത്തു. അതൊന്നും ഒരു തർക്കവുമില്ല. ഇനി ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് മുന്നണിയിലെ ഘടകകക്ഷിയെ പോലെയല്ല, ഒരു പാർട്ടിയെ പോലെയാണ്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ ഇപ്പോൾ 27-18 LDF-ആണ്. കോർപ്പറേഷനിലാണെങ്കിൽ 75-50 ആണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഏതൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ UDF ആഗ്രഹിക്കുന്നത്? ഇത്തവണ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും UDF പിടിക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും 4.5 പതിറ്റാണ്ട് കാലത്ത് മേയറും UDF-ൻ്റെതായി ഇത്തവണ ഉണ്ടാവും. എന്ത് ഘടകങ്ങളാണ് താങ്കൾക്ക് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ? ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വികാരം. അതുമാത്രവുമല്ല, ഈ സ്ഥാപനങ്ങളൊക്കെ അഴിമതി. കോഴിക്കോട് നഗരസഭയാണെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ CPM-ൻ്റെ ATM കൗണ്ടറായി മാറിയിരിക്കുകയാണ്. CPM-ന് അഴിമതി നടത്താനുള്ള ഹബ്ബാണ്. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഒരു ചിരപുരാതന നഗരമാണ് ഈ നാട്. ഒരു വികസനമില്ല. 4.5 പതിറ്റാണ്ട് കാലമായി ഈ നഗരം ഭരിച്ചു മുടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വികസനമില്ല. ഒരു സ്വയം പര്യാപ്തമായ നഗരമാണ് UDF ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. തീർച്ചയായും ജനങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കും. ജില്ലാ പഞ്ചായത്തിന് ഒരുപാട് പദ്ധതി കൊണ്ടുവരാൻ പറ്റും. ഒരു പദ്ധതിയും ഇന്ന് വരെ വിജയിപ്പിച്ച ചരിത്രം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലില്ല. മാത്രവുമല്ല, അഴിമതിയും സുജനപക്ഷപാതവും അവിടെയും ആ ഭരണത്തിൻ്റെ മുഖപത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഭരണ സംവിധാനങ്ങളും മാറണമെന്ന് ജില്ലയിലെയും നഗരത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിനൊപ്പം UDF ഉണ്ട്. 2010-ലാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം വളരെയധികം കുറഞ്ഞു പോയി. ഇത്തവണ എങ്ങനെ? 70 പഞ്ചായത്തുകളാണ് ഈ ജില്ലയിലുള്ളത്. 70 പിടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സംശയവും വേണ്ട, ആകെയുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കാൻ പോകുന്നത് ഇത്തവണ UDF ആയിരിക്കും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് വിമതർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ മുന്നൊരുക്കമുണ്ട് അതിന് മുന്നേ? അല്ല, അതിനൊക്കെ കൃത്യമായ മുന്നൊരുക്കമുണ്ട്. പാർട്ടി എല്ലാ ഘടകങ്ങളുമായി നേതാക്കളും പ്രവർത്തകരും ബന്ധങ്ങൾ പ്രഖ്യാപിക്കുക. പിന്നെ ഒരു വലിയ വിശാല ജനത പാർട്ടിയാണ്. ആരെങ്കിലും എവിടുന്ന് അപശബ്ദം ഉണ്ടാക്കിയാൽ അത് പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുമ്പോൾ തന്നെ. കാരണം അങ്ങനെ നേരിടാൻ പാർട്ടി സജ്ജമാണ് ഇവിടെ. അല്ല, ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന ആരും, പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ആരും, പാർട്ടിയുടെ കടപ്പാടുള്ള ആരും ഒരു വിമത ശബ്ദവും അപശബ്ദവും ഉണ്ടാക്കില്ല എന്നാണ് ഞങ്ങളുടെ ധാരണ. ആരെങ്കിലും അതിന് തുനിഞ്ഞാൽ അങ്ങനെ തുനിഞ്ഞാൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. ഈ സ്ഥാനാർത്ഥി സ്ത്രീകൾ, യുവജനങ്ങൾ, അവരുടെയൊക്കെ പ്രാതിനിധ്യം എങ്ങനെയുണ്ടായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, കോർപ്പറേഷനിലൊക്കെ സ്ഥാനാർത്ഥികൾ ഇഷ്ട സർപ്രൈസ് ആയിരിക്കും. സർപ്രൈസും ഉണ്ടാവും, അട്രാക്ഷനും ഉണ്ടാവും. യുവാക്കൾ, വിദ്യാർത്ഥികൾ വരെ ഉണ്ടായേക്കാം. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ മുഴുവൻ സമയ പ്രവർത്തകരല്ലാത്തവർ വരെ സ്ഥാനാർത്ഥിയെ വന്നേക്കാം. എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ പരിഗണിക്കുന്ന, ഈ നഗരം ഇഷ്ടപ്പെടുന്ന ഒരു പട്ടികയായിരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ. ജില്ലയിലെ സമഗ്ര വികസന നേതൃത്വം കൊടുക്കുന്ന പ്രാപ്തമായ, കഴിവുറ്റ, അനുഭവ സമ്പത്തുള്ള നേതാക്കളായിരിക്കും ജില്ലാ പഞ്ചായത്തിലുള്ള. ജില്ലയുടെ ഒരു ചിത്രം മാറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ജില്ലയിലെ ചിത്രം മാറ്റാനുള്ള ശ്രമമല്ല, മാറ്റിയേ ഞങ്ങൾ വിശ്രമിക്കുകയുള്ളൂ. ഏതായാലും ജില്ലാ പഞ്ചായത്ത് പൂർത്തിയായിരിക്കുന്നു. മറ്റു തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം കൂടി വളരെ പൂർത്തിയായിക്കൊണ്ട് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസും UDF-ഉം കോഴിക്കോട് തീരുമാനിച്ചിരിക്കുന്നത്. മനീഷ് പെരുമണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.